സംഭവിക്കുന്ന സമ്പത്ത് വർദ്ധിച്ചു. അപ്പോഴേ ലോത്തിന്റെ ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും എന്തുവാണ് വഴക്ക് ഇവിടെ അടി വെക്കുക എന്നുള്ളതായ നിലവാരത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാം പറയാണ്, എൻ്റെ കുഞ്ഞെ മോനെ, നീ വലത്തോട്ടെന്തെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. നീ ഇനിയും ഇടത്തോട്ടാ പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. എനിക്ക് വഴക്ക് വേണ്ട. ഹല്ലേലൂയ. നമുക്ക് വഴക്ക് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പിരിവാൻ ആഗ്രഹിക്കുന്നതായ ഒരു ഭക്തനായ അബ്രഹാമിനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു ഓപ്ഷൻ എന്തുവാണ് ഇപ്പോഴേ ലോത്തിന് അപ്പാപ്പൻ തന്നെ കൊടുക്കുകയാണ്. നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. അങ്ങനെ ഒരു ഓപ്ഷൻ ലഭിച്ചപ്പോൾ ഇപ്പോൾ ലോത്ത് എന്തുവാണ് ചെയ്തതിന്റെ 10-ാം വാക്യം, അപ്പോൾ ലോത്ത് നോക്കി യോർദാന് അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളത് എന്ന് കണ്ട് യഹോവ സോദോമിനെയും ഗോമോറയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെ സോവാർ വരെ മിസ്രൈം പോലെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് 10-ാം വാക്യത്തിൽ, അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെ. അപ്പോൾ ഈ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പം പുള്ളി തലപൊക്കി നോക്കിയാണ് എങ്ങോട്ട് പോകണമെന്നുള്ളതായ ചിന്തയാണ്. ഒരിക്കൽ ഒരു പരിധിവരെ ഈ ലോത്ത് ചിന്തിച്ച് കാണും, എടാ ഇപ്പോഴേ അപ്പാപ്പന് 10-90 വയസ്സൊക്കെയായി, കിളവനെ ഹല്ലേലൂയ അദ്ദേഹത്തിന് വലിയ സമയമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഒരു ജീവിതമുണ്ട്, എനിക്കൊന്ന് ജീവിച്ച് കാണിക്കണം, ഞാൻ ആരാണെന്നതുമാണ് ഒന്ന് തെളിയിച്ച് കൊടുക്കണം, ഞാൻ ചെറുപ്പമാണ്, അതുകൊണ്ട് എനിക്കൊന്ന് ജീവിച്ച് നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ ഭാഷയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീസയൊക്കെ അടഞ്ഞു എന്ന് വേണം പറയാം അബ്രഹാമിനെ കുറിച്ച്. ഇപ്പോഴേ ലോത്ത് പറയാണ്, എനിക്കൊരു സ്വപ്നമുണ്ട്, എനിക്കൊന്ന് ജീവിക്കണം, എനിക്ക് ഹല്ലേലൂയ ഇച്ചിരി പല്ലും ഇച്ചിരി പുല്ലും അതുപോലെ വെള്ളവും അതുപോലെ നല്ല സ്ഥലങ്ങളൊക്കെ ഒന്ന് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വല്ലതുമൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതായ ഒരു വലിയ സ്വപ്നം എന്തുമാണ് യവനിലേക്ക് കടന്നു വരും നമുക്ക് കാണാൻ സാധിക്കും. ആ സ്വപ്നം അങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്തുവാണ്, അവന് ഇന്ന് വരെ ബിൽഡ് ചെയ്തതായ, ഇന്ന് വരെ കെട്ടി ഹല്ലേലൂയ ഉയർത്തിയതായ, ഇന്ന് വരെ ഹല്ലേലൂയ ഉണ്ടാക്കിയതായ ആ നല്ല ബന്ധത്തെ മുറിക്കുന്നതായ ഒരു ലോത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.